ഒന്നാം ദൂതൻ വിളിച്ചു പറയുക, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ, ആകാശവും ഭൂമിയും സമുദ്രവും ഉണ്ടാക്കിയ ദൈവം തന്നിരിക്കുന്ന ഒരു വിശുദ്ധ ദിവസമുണ്ട്. ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാകുന്ന ശനിയാഴ്ചയാകുന്ന വിശുദ്ധ ശബത്. വേറെ ആരാധന ദിവസമൊന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല. ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ഫോൺ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിളിച്ച് പറയണം, സഹോദര, ദാണ്ട ബൈബിളിൽ ഇന്ന വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാകുന്ന ശനിയാഴ്ചയല്ല ആരാധിക്കേണ്ടത്, ഞായറാഴ്ചയാണ് ആരാധിക്കേണ്ടതെന്ന് ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം. നാളെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും. ഞങ്ങളിത് പറയുമ്പോൾ പ്രിയപ്പെട്ട ചില സഹോദരന്മാർ പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ പാസ്റ്ററെ, നിങ്ങൾ ഈ ശബദെന്ന് പറയുന്നുണ്ടല്ലോ, ഇത് ഞങ്ങൾക്കാർക്കും ആരാധനയ്ക്ക് തന്നതല്ല, ഇത് യഹൂദന് ആരാധനയ്ക്ക് കൊടുത്തതാണ്. കഷ്ടം. വചനം അങ്ങനെയുള്ളവരോട് ഇങ്ങനെ പറയുന്നു. എങ്ങനെ പറയുന്നു? യെശയ്യാവ് 58:13-14 വാക്യങ്ങൾ. യെശയ്യാവ് 58:13-14 വാക്യങ്ങൾ. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ, യഹൂദന്റെ വിശുദ്ധ ദിവസത്തിൽ എന്നല്ല, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികളെ നോക്കാതെ ശബദിൽ, ഞായറാഴ്ച എന്നല്ല, ശബദിൽ നിന്റെ കാലടക്കി വെച്ച്, ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ, യഹൂദന്റെ വിശുദ്ധ ദിവസത്തെ എന്നല്ല, പിന്നെയോ യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും, നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് യഹൂദന്റെ ആരാധന ദിവസമല്ല, ഇത് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച സകല മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന ആരാധന ദിവസമാണ് വിശുദ്ധ ശബത്. ഇത് പറയുമ്പോൾ ചില സ്നേഹിതന്മാർ പറയുന്നത്, അത് പാസ്റ്ററെ, ഈ ശബദം എന്നൊക്കെ പറയുന്നത് ശരി തന്നെ, പക്ഷേ അത് നമ്മൾ ആരാധിക്കാനല്ല, പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ശരിക്ക് വചനം വായിക്കാത്തതിന്റെ കുഴപ്പമായത് കേട്ടോ. ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ലേവ്യ 23:3, 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം കയ്യും കെട്ടി വീട്ടിയിരിക്കാനുള്ള ദിവസമൊന്നല്ല, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബദ്. ഉപദേശിമാരും പ്രിയപ്പെട്ടവരും ചെവി തുറന്ന് കേൾക്കണം. 7-ാം ദിവസം കയ്യും കെട്ടി സ്വസ്ഥമായിട്ടിരിക്കാനുള്ള ദിവസമല്ല, പിന്നെയോ നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബദ് എന്ന് പറഞ്ഞാൽ സഭായോഗം കൂടി ദൈവത്തെ ആരാധിക്കേണ്ട വിശുദ്ധ ദിവസമാണ് വിശുദ്ധ ശബദ ദിവസമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ സകലത്തെയും സൃഷ്ടിച്ച ദൈവം പറയുന്നു, നീ വിശുദ്ധ ദിവസത്തിൽ എന്നെ ആരാധിക്കണം. ഒന്നാം ദൂതന്റെ ദൂതിലെ 3-ാമത്തെ സന്ദേശം എന്താണ്? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കണം. ഉണ്ടാക്കിയ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ഉണ്ടാക്കിയ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ തന്നെ ആരാധിക്കണം. കാരണം എന്താ? നമ്മുടെ കർത്താവ് അങ്ങനെയുള്ള മാതൃക നമുക്ക് കാണിച്ചു തന്നത് അല്ലെ? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തില് യേശു കർത്താവ് ആരാധനയുടെ എന്ത് മാതൃക നമുക്ക് കാണിച്ചു തന്നു? അവിടുന്ന് വളർന്ന നസ്രത്തിൽ വന്നു. ശബദിൽ തൻ്റെ പതിവ് പോലെ ദൈവാലയത്തിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ഈ അടുത്ത കാലത്ത് ചില പുള്ളികൾ ഈ വാക്യത്തെ തിരുത്താൻ ശ്രമിച്ചിട്ട് ഞായറാഴ്ച ദൈവാലയത്തിൽ ചെന്ന് വായിപ്പാൻ നിന്നു എന്ന് തിരുത്തിയ ബൈബിൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നീ വചനത്തെ തിരുത്തിയാൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിയോ പുള്ളിയോ നീ മാറ്റിയാൽ, തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വെളിപ്പാട് പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഈ പ്രവചനത്തിലെ വചനത്തോട് ആരെങ്കിലും വല്ലതും കൂട്ടിയാൽ, ആരെങ്കിലും വല്ലതും കുറച്ചാൽ സംഭവിക്കുന്ന കാര്യം വെളിപ്പാട് പ്രവചനം വായിച്ചു നോക്കാം. അപ്പൊ യേശു കർത്താവ് കാണിച്ചത് മാതൃക ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാകുന്ന ശനിയാഴ്ചയാകുന്ന വിശുദ്ധ ശബദില് ദൈവത്തെ ആരാധിക്കുന്ന മാതൃകയാണ് യേശു കർത്താവ് കാണിച്ചു തന്നത്. ശിഷ്യന്മാർ കാണിച്ച മാതൃകയും അത് തന്നെയാണ്. വേറൊരു മാതൃകയും നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധ്യമല്ല. ഇത് പറയുമ്പോൾ എന്നോട് ചില കക്ഷികൾ പറഞ്ഞിട്ടുള്ളത്, അത് പാസ്റ്ററേ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് ഈ കൽപ്പനകളെല്ലാം അങ്ങ് കാൽവറി ക്രൂശിൽ തറച്ച് നീക്കി. വിവരക്കേടെന്നേ ഞാൻ പറയത്തുള്ളൂ. കർത്താവ് കാൽവറി ക്രൂശിൽ കൽപ്പന തറച്ചു നീക്കിയോ? പത്രോസിന്റെ 1-ാം ലേഖനം അതിൻ്റെ
2-ാം അധ്യായം 24-ാമത്തെ വാക്യം, പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നാം പാപം സംബന്ധിച്ച മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. 10 കൽപ്പനയും ചുമന്നുകൊണ്ട് കയറി എന്നല്ല, പിന്നെയോ അവിടുന്ന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അപ്പൊ യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ പ്രമാണം തറച്ച് നീക്കിയില്ല, പിന്നെയോ എന്റെയും നിങ്ങളുടെയും പാപത്തെയാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തറച്ച് നീക്കിയത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വിശുദ്ധ വേദപുസ്തകത്തിൽ സകലത്തെയും നിർമ്മിച്ച ദൈവം പറയുന്നു, ദൈവം തന്ന വിശുദ്ധ ദിവസത്തിൽ നാം ദൈവത്തെ ആരാധിക്കണം. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത്, ആ പാസ്റ്ററേ, യഹൂദന്മാർക്ക് കൊടുത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞാൻ പുതിയ നിയമ ക്രിസ്ത്യാനികളാണ്, യഹൂദന് കൊടുത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇതിനെ ശുദ്ധ വിവരക്കേടെന്ന് ഞാൻ വിളിക്കും. കാരണം വേദപുസ്തകത്തില് യഹൂദന്മാർക്ക് കൊടുത്തത് എന്താണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞവർ ഇനി വേണമെന്ന് പറയരുത്. റോമാലേഖനത്തില് അതിന് 9-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ, റോമർ 9:4-5, അവർ ഇസ്രായേല്യർ. ഇപ്പൊ യഹൂദന് കൊടുത്ത എന്താ? ഇസ്രായേല്യർ എന്ന പേര്, ദൈവത്തിന്റെ ജനമെന്ന പേര്. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യഹൂദൻ എന്തൊക്കെ കൊടുത്തു? പുത്രത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പനും മക്കളും എന്നുള്ള ബന്ധം യഹൂദനുമായിട്ടാണ് ചെയ്തത്. പുത്രത്വം അവർക്കുള്ളത്. തേജസ്, ദൈവത്തിന്റെ തേജസ് അവരാ കണ്ടത്. നിയമങ്ങൾ അവരുമായിട്ടാണ് ചെയ്തത്, നാമുമായിട്ട് നിയമമൊന്നും ചെയ്തിട്ടില്ല. പുതിയ നിയമവും പഴയ നിയമവും എല്ലാം ചെയ്തത് അവരുമായിട്ടാണ്. നിയമങ്ങളും വാഗ്ദത്തങ്ങൾ, വേദപുസ്തകത്തിൽ കിടക്കുന്ന ഒരൊറ്റ വാഗ്ദത്തം എടുത്ത് പ്രാർത്ഥിച്ചേക്കരുത്, യഹൂദന് കൊടുത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ, നീ എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നല്ലോ കർത്താവേ എന്ന് പറയാൻ അവകാശമില്ലെന്ന്. വാഗ്ദത്തങ്ങൾ അവർക്കുള്ളത്, പിതാക്കന്മാരും അവർക്കുള്ളത്. വളരെ ഗംഭീരമായിട്ട് പ്രാർത്ഥിക്കുമല്ലോ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഞങ്ങളുടെ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ അവകാശമില്ല. എന്താ കാരണം? പിതാക്കന്മാർ അവർക്കുള്ളത്. യഹൂദന് കൊടുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ, സഹോദര, പുത്രത്വം, തേജസ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന നിനക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. കാരണം ആരാധന ആർക്ക് കൊടുത്തു? യഹൂദന് കൊടുത്തു. ഇനി ഇച്ചിരി കൂടെ നമ്മൾ ഞെട്ടിക്കുന്ന കാര്യം, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞാൽ, നിനക്ക് യേശുവിനെ വിളിക്കാനുള്ള യോഗ്യതയുമില്ല യഹൂദന് കൊടുത്തത് വേണ്ടെന്ന് പറഞ്ഞാൽ. കാരണം ജഡപ്രകാരം യേശു ക്രിസ്തു ജനിച്ചതും യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. അപ്പൊ നമുക്കൊരു സംശയം, അപ്പൊ നമുക്ക് പിന്നെ ഈ യഹൂദന് കൊടുത്തു നമുക്കില്ലയോ? ഉണ്ട്. എങ്ങനെയായാലാ ഉള്ളത്? റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 11-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, റോമർ അതിൻ്റെ 11-ാം അധ്യായം 17 മുതൽ 21 വരെ, കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നു എന്ന് ഓർക്കുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. പ്രിയമുള്ളവരെ, യഹൂദനെ ഒരു നല്ല ഒരു മരത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് ധാരാളം കൊമ്പുകളുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചുകൾ, ശിഖരങ്ങളുണ്ട്. അപ്പൊ ഇതിൽ എല്ലാം ഫലം കായ്ക്കുന്നതല്ല. ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദന്മാർ അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഫലം കായ്ക്കുന്ന കൊമ്പുകളും ഈ മരത്തിലുണ്ട്. എന്നാൽ കൊമ്പുകളിൽ ചിലത് ഒടിച്ചു കളഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കാത്ത കൊമ്പുകളാകുന്ന യഹൂദന്മാരെ അവിടെ നിന്ന് വെട്ടി മാറ്റിയിട്ട് കാട്ടൊലിവായ നമ്മെ, ജാതികളായിരുന്ന നമ്മെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ, യഹൂദനാകുന്ന നല്ല ഒരു മരത്തിൻ്റെ ചില കമ്പുകൾ വെട്ടിക്കളഞ്ഞിട്ട് ജാതികളാകുന്ന നമ്മയും കൂടെ കൂടി ഒട്ടിച്ചു ചേർത്ത് ഒരൊറ്റ മരമാക്കിയിരിക്കുക. ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കുക? യഹൂദനാകുന്ന ഒലിവ് മരത്തിന്റെ പുറത്തിരിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് എന്ത് വിവരക്കേടാ വിളിച്ചു പറയുന്നത്? ഞങ്ങൾക്ക് യഹൂദനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, യഹൂദന് കൊടുത്തത് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പ്രിയമുള്ളവരെ, തിരുവചനം ശരിക്കും മനസ്സിലാക്കുക. 1-ാം ദൂതൻ വിളിച്ചു പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവിടത്തേക്ക് മഹത്വം കൊടുക്കുക.
അവിടുത്തെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുക. എങ്ങനെ ആരാധിക്കണം? വിശുദ്ധ ദിവസത്തിൽ. ഏത് വിശുദ്ധ ദിവസത്തിൽ? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവൻ തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. ചോദിക്കട്ടെ, നാം എവിടെ നിൽക്കുന്നു? ഒന്നാം ദൂതന്റെ ദൂത് ഇന്ന് പകൽക്കാലം നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നാം ദൈവത്തെ ഭയപ്പെടുന്നവരാണോ? നമ്മുടെ ന്യായവിധിക്കായിട്ട് നാം ഒരുങ്ങിയിട്ടുണ്ടോ? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവൻ തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിലാണോ ആരാധിക്കുന്നത്? അതോ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പ്രദായത്തിന് ഒത്തവണ്ണമുള്ള ആരാധനക്കാരാണോ നാം എന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്കുക. ഇനി 2 ദൂതന്മാരുടെ ദൂതുകൾ കൂടെ പ്രസംഗിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. 2-ാം ദൂതന്റെ ദൂതും 3-ാം ദൂതന്റെ ദൂതും. ഇത് ലോകത്തിലാകമാനം പ്രസംഗിച്ചു കഴിയുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവ് സംഭവിക്കും. യേശു പറഞ്ഞു, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിന് നല്ല പകൽക്കാലത്തിന് പ്രിയമുള്ളവരെ, നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. എന്താ തീരുമാനം? ഞാൻ ദൈവത്തെ ഭയപ്പെട്ട് അവിടത്തേക്ക് മഹത്വം കൊടുക്കും. എങ്ങനെ? ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച്. 2, അവിടുത്തെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നല്ലോ. അതുകൊണ്ട് ഏത് സമയത്താണ് ന്യായവിധി വരിക എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ സമയത്തും ഒരുക്കമുള്ളവരായി ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ഞാൻ ജീവിക്കും കർത്താവേ. 3, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയ ദൈവത്തെ ഞാൻ ആരാധിക്കും. എങ്ങനെ? ആ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ. പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്. സാത്താന്റെ വഞ്ചനയിൽ വീണു പോകരുത്. നാം വിശുദ്ധിയും വേർപാടുമുള്ളവരായി കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതടിയങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകല്ലേ. നിത്യജീവന് അടിയങ്ങൾ അവകാശികളായി തീരുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന